ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ ഭാസ്കര. പിശുക്കിന് കൈയും കാലും വെച്ച നീ എനിക്കിന്ന് ഈ റൂഫ് ടോപ്പിൽ വിളിച്ചോണ്ട് വന്ന് ചെലവ് ചെയ്യുന്ന എന്ത് പറ്റി നിനക്ക്? എത്രയോ തവണ നീ എനിക്ക് പെഗ് വാങ്ങി തന്നിരിക്കുന്നു. ഒരു തവണയെങ്കിലും ഞാൻ വാങ്ങി തരണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ. ഈ കടമ കാണിക്കാൻ നിനക്ക് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി? സത്യത്തിൽ നിന്റെ കൈ കാശുണ്ടാ? അത് ബില്ല് വരുമ്പോ കൈ മലർത്തോ? ഇത് കണ്ടാ നീ? 50,000 ഇത് അഡ്വാൻസ്. കാര്യം നടത്തി കഴിഞ്ഞാൽ ബാക്കി 1.5 കൂടെ കൈ വെച്ച് തരും. എന്ത് കാര്യം നടത്തിയാല്? അതൊന്നും പറയാൻ പാടില്ല. രഹസ്യം രഹസ്യമായി വെക്കണം. തല പോയാലും രഹസ്യം പറയാൻ പാടില്ല. പോലീസ് അറിഞ്ഞാൽ തീർന്നു. നീ എന്താ ആരെങ്കിലും തല്ലാനാ കൊല്ലാനാ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്? തല്ലേം കൊല്ലൊന്നുമില്ല, ഛർദിപ്പിക്കും. വാള് വെച്ച് ആശുപത്രിയിലാവും. ഒരാളല്ല, പഞ്ചരക്തത്തിൽ നിന്ന് ഊണ് കഴിക്കുന്ന എല്ലാരും. നീ എന്തൊക്കെയാ ഭാസ്കര പറയുന്നേ? ഈ പഞ്ചരത്നം എന്ന് പറയുന്നത് നീ ജോലി ചെയ്യുന്ന ഹോട്ടലല്ലേ? അതെ, എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ഹോട്ടൽ. 5 പെണ്ണുങ്ങളും ഒരു പട്ടിയുടെ വില വരുന്നില്ല എനിക്ക്. നാളെ ഉച്ചയ്ക്ക് ഭാസ്കരൻ ആരാണെന്ന് അവളുമാരറിയും. ഭാസ്കര പതുക്കെ, നീ പൊട്ടത്തരാ പറയുന്നത്. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതെത്ര ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല. നാളെ ഉച്ചയ്ക്ക് ഹോട്ടൽ പഞ്ചരക്തത്തിന്റെ സാമ്പാറിൽ ഇവനെ ഞാൻ കലക്കും. പിന്നെ അവിടെ ഊണ് കഴിക്കാൻ വരുന്നവരൊക്കെ ഓടിത്തള്ളും. ഇത് ശരിയല്ല ഭാസ്കര, ഇത് വലിയ കുഴപ്പങ്ങളാവും. നീ അഴിയെണ്ണും. അഴിക്കകത്തൊന്നും പോകില്ല. 5 എണ്ണത്തിനെ ഞാൻ പാഠം പഠിപ്പിക്കും. നാളത്തോടെ പഞ്ചരത്നം പൂട്ടും. ഞാൻ പൂട്ടിക്കും. നീ എന്നെ തടയല് വിഷ്ണു. എനിക്കും ജീവിക്കണം കാശുകാരനായിട്ട്. ഇതാരാ നിന്നെ ഈ ദ്രോഹം ചെയ്യാൻ വേണ്ടി അപ്പിച്ചത്? അതാണ് രഹസ്യം, പറയാൻ പറ്റത്തില്ല. തല പോകുന്ന രഹസ്യം. തല അമ്പികേ, ദേ സുമേഷ് എത്തി. എടാ മോനെ, എടാ മോനെ, ഇതെന്താ ഇത്ര വൈകിയെന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും. ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അച്ഛാ, അതാ വൈകിയേ. ഓ, എത്ര നേരം ഇവിടെ നോക്കിയിരിക്കുന്നു. മോനെ, മോനെ, നിനക്ക് സുഖാണോടാ? ഓ, സുഖായിരുന്നമ്മേ. നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയി. അതമ്മയ്ക്ക് വെറുതെ തോന്നുക, ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുന്നതല്ലേ. ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല, ഇവിടെ നിന്നാ മതി. അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാമേ. നീ എന്താടാ മിഴിച്ചു നോക്കുന്നേ? 3 വർഷമായില്ലേട്ടാ കണ്ടിട്ട്, അതുകൊണ്ടൊന്ന് നോക്കി ഇന്ന് പോയതാ. നീ ആ വണ്ടിയിൽ നിന്ന് ലഗേജും കിടത്തെ. വരുന്ന വഴിക്ക് ജംഗ്ഷനിൽ ഒന്ന് വണ്ടി നിർത്തി. എന്റെ കൂട്ടുകാരെ 1-2 പേരെ കണ്ടിരുന്നു. ആ രമേശൻ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, നീ എന്നാ വരുന്നേന്ന്. വന്ന കാലയിൽ നിൽക്കാതെ നീ അകത്തോട്ട് കയറി വന്നേ. ബാക്കി കാര്യം പറച്ചിലൊക്കെ കഴിച്ചിട്ട് പറയാം. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട വറുത്തരച്ച നാടൻ കോഴിക്കറി വെച്ചിട്ടുണ്ട് ഞാൻ. വാ വാടാ, കേറി വാ.